പണിയാണ് ഗായ്സ്. മാറ്റരുതേ, പവർ ഫിൽറ്റർ വെക്കല്ലേ. വണ്ടിയുടെ മൈലേജ് എൻ്റെ ഗായ്സ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുകയാണ്. ഞാനിപ്പോൾ മാസ്ക് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ഇന്നലെ കണ്ടായിരുന്ന 500 സംതിങ് ആണ് രോഗികൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാസ്ക് ഊരി ചെയ്യാൻ നിർവാഹമില്ലെന്നല്ല, പേടിയാണ് ഗായ്സ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പം സീനായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാസ്ക് വെച്ചുകൊണ്ടാണ് വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ഫിൽറ്ററിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച്, ബ്രോ ഏതാണ് നല്ല പവർ ഫിൽറ്റർ, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങളപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പം പവർ ഫിൽറ്റർ വെച്ചാൽ എന്താണ് നമുക്ക് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ, നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കാം ഗായ്സ്. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഫിൽറ്ററിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ വണ്ടിയിൽ എന്തിനാണ് ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത് സംസാരിക്കാം. നമ്മുടെ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ സ്പ്ലെൻഡറിലാണെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിലാണ് നമ്മുടെ പവർ ഫിൽറ്റർ കാണുന്നത്. പവർ ഫിൽറ്റർ അല്ലെങ്കിൽ നോർമൽ എയർ ഫിൽറ്റർ കാണുന്നത്. എയർ ഫിൽറ്റർ എന്തിനാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത് പറയാം, നമ്മുടെ കാർബറേറ്ററിലേക്ക് എയറിനെ പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ പൊടി പടലങ്ങളൊന്നും ഇല്ലാതെ എയറിനെ കറക്റ്റായിട്ട് കാർബറേറ്ററിൽ എത്തിക്കുക. നമ്മുടെ വണ്ടി അറിയാലോ, കമ്പഷൻ വഴിയാണ് നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി പടലങ്ങളില്ലാത്ത എയർ നമ്മുടെ എഞ്ചിനിലേക്ക് എത്തിക്കാൻ, അതായത് എഞ്ചിനിലേക്കല്ല നമ്മുടെ കാർബറേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡറിൽ വരാൻ നേരം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് വലിയൊരു അത്യാവശ്യം നല്ല ഒരു എയർ ഫിൽറ്ററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനത് ചേഞ്ച് ചെയ്ത് ഞാൻ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന HP-യുടെ ഒരു പവർ ഫിൽറ്ററാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ പവർ ഫിൽറ്റർ വെച്ചാലുള്ള ഗുണം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവർ കിട്ടും, അതേപോലെ തന്നെ സൗണ്ടും കിട്ടും ഗായ്സ്. അപ്പോൾ അതേ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ടിന് വരുന്ന മാറ്റമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നോർമൽ സ്പ്ലെൻഡറിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. നോർമൽ സ്പ്ലെൻഡറൊക്കെ ഏത് വണ്ടിയുടെ സൗണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഫിൽറ്റർ വെച്ചിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ കൈ കൊടുക്കാനുള്ള സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക ഒരു ചേഞ്ച് വരുന്ന സൗണ്ട് കേട്ടാ. അതിനാണ് നമ്മൾ പവർ ഫിൽറ്റർ മേടിച്ച് വണ്ടിയിൽ വെക്കുന്നത്. സൗണ്ടിൻ്റെ കാര്യം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ ഒരു സംഭവം ഇട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സൗണ്ട് വണ്ടിയുടെ ഇൻക്രീസ് ആവും. ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു കൈ കൊടുക്കാവുന്ന പടക്കുന്ന ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് ഈ പവർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്നത് ഗായ്സ്. അപ്പം നമുക്ക് പവർ ഫിൽറ്റർ വെച്ചാൽ നമ്മുടെ സൗണ്ടിന് നല്ലൊരു ചേഞ്ച് വരും, അതേപോലെ തന്നെ വണ്ടിയുടെ പവർ കൂടും. നമ്മുടെ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള എയർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ സക്ക് ചെയ്യാൻ താമസമുള്ളതാണ്. നമുക്ക് നോർമൽ ഒരു 90cc വണ്ടിയിലൊക്കെ സ്പീഡ് കുറവായിരിക്കും, അതിലെ പവർ കുറവായിരിക്കും. നമ്മൾ പവർ ഫിൽറ്റർ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വിട്ട് കുറവായിരിക്കും, അതായത് അതിനുള്ള കട്ടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ പെട്ടെന്ന് എഞ്ചിനിലേക്ക് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ കൊടുക്കുക, ത്രോട്ടിൽ കൊടുക്കാൻ നേരം നല്ല രീതിയിൽ വണ്ടി പെട്ടെന്ന് ഒരു പുള്ളിങ് കിട്ടും, ഒരു ഇനിഷ്യൽ പുള്ളിങ് നല്ല രീതിയിൽ കൂടും വണ്ടിയുടെ ഗായ്സ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഇഷ്ടം പോലെ ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. അപ്പോൾ 250 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിൽറ്ററുകളൊന്നും കഴിവതും നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. കഴിവതും നമ്മൾ നല്ലൊരു ക്വാളിറ്റിയോടെ ഫിൽറ്റർ മേടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിൽറ്ററിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. അപ്പം നമ്മളപ്പോൾ വണ്ടിയിൽ പ്രധാനമായിട്ടും ഫിൽറ്റർ വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് മാറാൻ വേണ്ടി, അതേപോലെ തന്നെ വണ്ടിക്ക് ഒരു ഇനിഷ്യൽ പുള്ളിങ് കൂടാൻ വേണ്ടിയാണ്. ഞാൻ ഏകദേശം ഒരു 8 മാസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ നമ്മുടെ പവർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഞാനത് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചായിരുന്നു. പക്ഷേ 8 മാസം മുന്നെയാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എൻ്റെ വണ്ടിയിൽ സംഭവിച്ചു തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എയർ ഫിൽറ്റർ നോക്കുമ്പോൾ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളതും അതേപോലെ ഇച്ചിരി കട്ടി കൂടിയതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിൽറ്റർ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഫിൽറ്ററിൽ നിങ്ങൾക്ക് കാണാം ഒരു കട്ടി കുറവാണ്. ജസ്റ്റ് ഒരു ഞാൻ പറയാം ഒരു 1/2 ഇഞ്ചിൻ്റെ കട്ടി മാത്രമേ നമുക്ക് ആ ഒരു ഫിൽറ്ററിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നോർമൽ കമ്പനി ഫിൽറ്റർ ആണ് 1, 2, 3 ഇഞ്ച് വരെ നമുക്ക് ഒരു കട്ടി കിട്ടുന്നുണ്ട്. ആ ഒരു റേഡിയസിലാണ്, അത്രയും വലിപ്പത്തിലാണ് ആ ഒരു ഫിൽറ്റർ വരുന്നത്. പക്ഷേ ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി പടലങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ പൊടി പടലങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കാർബറേറ്ററിനുള്ളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്ററിന് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പണി കിട്ടി തുടങ്ങി നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിടയ്ക്ക് നല്ല രീതിയിൽ പൊട്ടൽ സൗണ്ട് കേൾക്കും. നമ്മുടെ കൈ ഇടയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് വണ്ടി ചില സമയത്ത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു മണം, ഒരു കരിഞ്ഞൊരു മണം നമ്മുടെ ഈ ഒരു ഫിൽറ്ററിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ. പിന്നെ നമുക്ക് എഞ്ചിൻ പണി വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മൈലേജ്. വണ്ടിയുടെ മൈലേജ് എൻ്റെ ഗൈസ് വലിയ രീതിയിലൊന്നും ഷോർട്ട് ആവത്തില്ല, ഒരു 3, 4 ഒക്കെ ഷോർട്ട് വരുന്നുള്ളൂ. പക്ഷേ ആ ടൈമിൽ എനിക്ക് അത്രയൊക്കെ ഷോർട്ട് വരുന്നുള്ളൂ. പക്ഷേ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഒരു ഷോർട്ട് വരുന്നുണ്ട് മൈലേജിന്. കാരണം എൻ്റെ ഓടിക്കുന്ന രീതി കൊണ്ടാവാം. നിങ്ങളപ്പോൾ വീഡിയോയിൽ കണ്ടു കാണും, നമ്മൾ നല്ല രീതിയിൽ ട്രോട്ടിൽ കൊടുത്ത് നല്ല രീതിയിൽ സൗണ്ട് കൊടുത്താണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ട്
കുറച്ച് എണ്ണ കൂടുതൽ കത്താം. അതേപോലെ തന്നെ ഈ കാർബറേറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഇതേപോലെ നല്ല രീതിയിൽ എണ്ണ കത്താൻ ചാൻസ് ഉണ്ട്. കാർബറേറ്ററിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എണ്ണ വലിക്കും. എണ്ണയുടെ കൂടെ ഈ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എണ്ണ വലിച്ചാൽ അത് ഒന്നും പറയണം, മൊത്തം പണി ആകെ അലമ്പാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫിൽറ്റർ കവറൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൊടിപടലങ്ങൾ അതോട്ട് കയറത്തില്ല, ഒരു പരിധി വരെ കയറത്തില്ല. പക്ഷേ നമ്മൾ ഫിൽറ്റർ വെക്കുന്നത് എന്തിനാണ്? നല്ല രീതിയിൽ വണ്ടിക്ക് സൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? ആ ഒരു സൗണ്ടിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ പവർ ഫിൽറ്റർ ആഡ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫിൽറ്റർ ബോക്സിൻ്റെ പുറത്ത് ആ കവർ അഴിച്ച് മാറും. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു സൗണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ കവർ അഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ പണിയാണ്. പൊടി പെട്ടെന്ന് തന്നെ പൊടിപടലങ്ങൾ അകത്തോട്ട് കയറാൻ, പൊടി കയറി കഴിഞ്ഞാൽ ആകെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ഇതേപോലെ ലോക്കൽ ഫിൽറ്ററുകൾ മേടിച്ച് വെക്കാതിരിക്കുക. ഞാനിപ്പോൾ മേടിച്ചൊരു 350 രൂപയുടെ ഫിൽറ്ററാണ്. പക്ഷേ ആ ഫിൽറ്ററിന് ഞാൻ പറഞ്ഞ രീതി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ബ്രോ നല്ല ഫിൽറ്റർ, ഏതാണ് നല്ല ഫിൽറ്റർ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞോളൂ, ഞാൻ അവർക്ക് ഈ ഓൺലൈനായിട്ടുള്ള എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിങ്കാണ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്ത സമയത്ത് 250, 450 ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ലോ ക്വാളിറ്റിയാണ്. സെയിം സാധനം തന്നെ വില കൂട്ടി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പുറത്തുള്ള ഈ സ്പെയർ പാർട്സ് മേടിക്കുന്ന ഷോപ്പിലൊക്കെ അവരുടെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ക്വാളിറ്റിയുള്ള ഫിൽറ്ററുകൾ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ HP യുടെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരു 10, 800, 900 ഒക്കെ ഫിൽറ്റർ കിട്ടും. അപ്പോൾ ഇതേപോലുള്ള വണ്ടികളിൽ നേരത്തെ പറഞ്ഞാൽ 350 രൂപ വെച്ചാൽ മതിയെന്ന്. പക്ഷേ അത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള പണികൾ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഫിൽറ്ററുകൾ ട്രൈ ചെയ്യുക. ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫിൽറ്റർ നിങ്ങൾ മേടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ വണ്ടിയിൽ പണി കിട്ടി കഴിയുമ്പോൾ ബ്രോ ഇതേപോലെ സംഭവിച്ചു പോയി എന്ന് എൻ്റെ അടുത്ത് എനിക്ക് പറയരുത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര്, ഏകദേശം ഒരു 10, 15, 20 പേരോളം എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ബ്രോ നല്ലൊരു ഫിൽറ്റർ ഏതാണെന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഈ ഫിൽറ്ററാണ്. അപ്പം കഴിവതും നിങ്ങൾ ആ ഫിൽറ്റർ യൂസ് ചെയ്യാതിരിക്കുക. മേടിച്ച് പോയൊരു പൊക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആ ഫിൽറ്റർ ബോക്സിൻ്റെ കവർ ഇട്ട് യൂസ് ചെയ്യുക. അപ്പം ഇനി മേടിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുകയാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള ഫിൽറ്റർ മേടിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൺലൈനായിട്ട് ആ ഒരു ലിങ്ക് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് തന്നത്. അപ്പം നിങ്ങൾ യാതൊരു ഇതിലൊന്നും വിചാരിക്കരുത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഹായ് ബ്രോ എന്ന് മാത്രമേ ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യത്തെ ചോദിച്ചോ ഗൈസ്. ഞാനപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അപ്പോഴെന്നല്ല, ഞാൻ എപ്പോഴാണോ നമ്മുടെ വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് എൻ്റെ ഈ വാട്സപ്പ് കിടക്കുന്നത്, ഐഫോണിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ അധികം ചെക്ക് ചെയ്യാറില്ല. എൻ്റെ ഒരു മോട്ടോ ഫോൺ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫോൺ. അപ്പോൾ അതിലാണ് ഞാൻ വാട്സപ്പ് ഇട്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് അതിൻ്റെ അതാണ്. അപ്പോൾ അതിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഐഫോൺ ഞാൻ വല്ലപ്പോഴും ചെക്ക് ചെയ്യാറുള്ളൂ. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.